ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്ത്രീകൾ, ഇപ്പോൾ ചേച്ചി പറഞ്ഞു, അമ്മേനെ കുറിച്ച് പറഞ്ഞു, അമ്മയുടെ ആഗ്രഹങ്ങൾ അത് മക്കളിലൂടെ സാധിച്ചെടുത്തു. പക്ഷേ ഒരുപാട് സ്ത്രീകൾ ഇനിയും മുന്നോട്ട് വരാനുണ്ട്. ഒരുപാട് മനസ്സിൽ ആഗ്രഹങ്ങൾ സൂക്ഷിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ളൊരു റെഡ് കാർപ്പറ്റാണ് നമ്മുടെ ഈ വേദി. അപ്പോൾ ഇങ്ങനെ ഒരു ഷോയിൻ്റെ ഒരു ആവശ്യകത എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ചേച്ചിക്ക് പേഴ്സണലി ആസ് എ സക്സസ്ഫുൾ വിമൻ എന്നുള്ള രീതിയിൽ പറയാനുള്ളത്? ഞാൻ എന്നും പറയുന്ന ഒരു പ്രോവേർബ് ഉണ്ട്, ബിഹൈൻഡ് എവറി മാൻ ദർ ഇസ് എ വുമൺ എന്ന് പറയും. അതെ. പക്ഷെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ബിഹൈൻഡ് എവറി അൺസക്സസ്ഫുൾ വുമൺ ദർ ഇസ് എ മാൻ. അതെ, അത് ശരിയാണ്, ശരിയായ ഒരു കാര്യമാണ്. കാരണം നമുക്ക് പലപ്പോഴും പലതും വേണ്ടാന്ന് വെക്കേണ്ടി വരും. ആദ്യം സ്ത്രീകളാണ് ഒരു കുടുംബത്തിലൊരു പ്രതിസന്ധി വന്നാൽ ആദ്യം വേണ്ടാന്ന് വെക്കുന്നത് സ്ത്രീകളാണ്. അതെ അതെ അതെ. അതെന്തുകൊണ്ടാന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. ഈക്വൽ ആണ്, ഒരു ഭാര്യയും ഭർത്താവും ഈക്വലി റെസ്പോൺസിബിൾ ആണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ 1979 എൻ്റെ അഭിനയം നിർത്തിയത്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് വേണ്ടി ജീവിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട്. ഓ അതെ, ഞാൻ ഏതൊരു ഇന്റർവ്യൂല് കണ്ടു ചേച്ചി ബ്രേക്ക് എടുത്തിട്ട് ഇങ്ങനെ 4 കൊല്ലം എനിക്ക് ഇഷ്ടമുള്ളതെല്ലാം ഞാൻ ചെയ്തു. ഓ സൂപ്പർ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. കാരണം കല്യാണം കഴിച്ചാൽ എന്തായാലും കുട്ടിയായാൽ എനിക്കൊരു അമ്മയാവാന്നുള്ളത് വലിയ മോഹമായിരുന്നു. ആ മോഹം എനിക്ക് പൂർണ്ണമായിട്ടും ആസ്വദിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതെ അതെ. അതുകൊണ്ട് ഒരു ജോലിക്കും പോയിട്ടില്ല. അതായത് യാത്രകൾ ചെയ്തു, ഹിമാലയ മുതൽ അതൊക്കെ കുട്ടി വലുതായതിനു ശേഷം. അത് ശരി. മോൻ എഞ്ചിനീയറിംഗിന് പോകുന്നത് വരെ ഐ ഡെഡിക്കേറ്റഡ് മൈ ലൈഫ് ഫോർ മൈ സൺ. കാരണം എൻ്റെ ഒരു ചിന്താഗതി എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ആ ചെറുപ്പത്തിലത്തെ ആ ഒരു കൾച്ചറാണ് കുട്ടി പിന്നീട് ഒരു നല്ല സിറ്റിസൺ. അപ്പൊ എനിക്ക് ഐ വോണ്ട് പൂർണ്ണമായിട്ട് ആ 12 കൊല്ലം 13 കൊല്ലത്തോളം, 13 അല്ല 16 കൊല്ലത്തോളം, അത് കഴിഞ്ഞ് അവൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയപ്പോൾ എനിക്ക് സമയം, എനിക്ക് എൻ്റെതായിട്ടുള്ള സമയം. എൻ്റെ ഹസ്ബൻഡ് വളരെ സപ്പോർട്ടീവായിരുന്നു. അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ കല്യാണത്തിന് മുൻപ് എവിടേക്ക് എന്തൊക്കെ യാത്രകൾ അല്ലെങ്കിൽ എന്തൊക്കെ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടാണ് യാത്രകൾ ചെയ്തിട്ടുള്ളത്? ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് 2 ഗ്രൂപ്പാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒരു ഗ്രൂപ്പ്, എൻ്റെ ഫാമിലി ഗ്രൂപ്പ്. ഫാമിലി ഗ്രൂപ്പ് മെയിനായിട്ട് പിൽഗ്രിമേജസിനാണ് പോവുക. അപ്പം ഞാൻ ചാർധാം യാത്ര പോയിട്ടുണ്ട്, കാശി അങ്ങനത്തെ എല്ലാം പോയിട്ടുണ്ട്, കൈലാസം പോയിട്ടുണ്ട്, മാനസരോവരമൊക്കെ പോയിട്ടുണ്ട്. 10 വയസ്സിൽ യാത്ര ചെയ്യാൻ തുടങ്ങിയതാണ് അച്ഛൻ്റെ കൂടെ. അപ്പോൾ അത് എനിക്ക് വലിയ ആഗ്രഹമാണ്. പക്ഷെ ഞാൻ എല്ലാം വേണ്ടാന്ന് വെച്ച ഒരു 15 കൊല്ലം. അതെ അതെ. പിന്നെ വീണ്ടും ഞാൻ ജീവിക്കാൻ തുടങ്ങി. കൈലാസത്തിന്റെ ആ ഒരു അനുഭവം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു യാത്ര? ഈ കൈലാസം എന്ന് പറയുന്നത് കുട്ടിക്കാലത്ത് ഞാൻ ഡാൻസർ ആയതുകൊണ്ട് ശിവൻ എന്നുള്ള ആ ഒരു എന്താ പറയാ, ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ് എനിക്ക് ശിവൻ എന്ന് പറയുമ്പോൾ. അത്രയ്ക്ക് ഒരു ഇതാണ്. അപ്പൊ എന്റെ വീടാണത് എന്നുള്ളൊരു തോന്നലാണ് എനിക്ക്. അപ്പൊ അതിൽ പോവാൻ പറ്റുമോ എന്നുള്ളത് പോലും എനിക്ക് അറിയില്ലായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് അത് എവിടെയോ ആണ് കൈലാസം. എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകൾ. ഏതായാലും ഞാൻ കുറേ ദൂരത്തെ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാറിൽ നിന്ന് കുറേ ദൂരം വെച്ചിട്ട് തന്നെ നമുക്ക് കൈലാസം കാണാൻ പറ്റും. കണ്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുപോയി. കണ്ടേണ്ട സന്തോഷം എന്ന് പറയുന്നത് ചെറുപ്പം മുതലുള്ളൊരു ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നിട്ട് അവിടെ ഞാൻ ഇറങ്ങി നിന്ന് അവിടെ നമസ്കരിച്ച് ഞാൻ പിന്നെ കുറേ നേരം, പിന്നെയാണ് യാത്ര തുടങ്ങിയതും ഞങ്ങൾ യമദ്വാറിൻ്റെ അവിടെയൊക്കെ എത്തി. പക്ഷെ സങ്കടം തോന്നിയത് എന്താന്ന് വെച്ചാൽ, അവിടെ യാതൊരു തരത്തിലും ഡെവലപ്മെന്റ് നമ്മളുടെ ആ ഞാൻ നാടിൻ്റെ പേര് പറയുന്നില്ല, അവർ സമ്മതിക്കുന്നില്ല. ടോയ്ലറ്റ്സ് ഇല്ല. ഏറ്റവും വലിയ അനുഭവം എനിക്കുണ്ടായത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ടോയ്ലറ്റ്സ് ഇല്ലാത്തൊരു സ്ഥലം. അപ്പം മാനസരോവറിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് അവിടെ വലിയ പറമ്പാണ്, അതിന് കുറച്ച് കെട്ടിടങ്ങളുണ്ട് നമുക്ക് താമസിക്കാനായിട്ട്. ഒന്നിലും ടോയ്ലറ്റ്സ് ഇല്ല. നമ്മൾ ആണുങ്ങൾ അപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കുക, പെണ്ണുങ്ങൾ ഇപ്പുറത്തേക്ക് തിരിഞ്ഞിരിക്കുക. പിന്നെ അവർ സങ്കടം തോന്നും. അവർ 2 സ്ത്രീകളോ ആണുങ്ങളോ ഇങ്ങനെ 2 വടി വെച്ചിട്ടുള്ള ഒരു ഡബ്ബ. എന്നിട്ട് അത് തുറക്കാം, ഇവരെന്തോ പിടിക്കുന്നത്, അത് വെച്ച് തുറന്നിട്ട് ഒരു ഇതുകൊണ്ട് കോരി ഇതിലേക്ക് ഇടും, അത് കൊണ്ടുപോകും. അങ്ങനെയാണ്. ദേ ആർ നോട്ട് അലൗവിങ് ടു ബിൽഡ് എ ഡാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആഗ്രഹം സാധിച്ചു. അയ്യോ, അതുകൊണ്ട് ഇനിയും ആ ആഗ്രഹം കഴിഞ്ഞു എന്ന് പറയാൻ വയ്യ. ഇനിയും പോയാലും കുഴപ്പമില്ല. അപ്പൊ നമ്മള് ഈ പറഞ്ഞ പോലെ ഫെസിലിറ്റീസ് ഇല്ലാത്തൊക്കെ നമ്മൾ മറക്കും ആ നിമിഷത്തിൽ. ഒന്നും യാതൊരു ഇഷ്യൂ അല്ല അവിടെ അതൊന്നും. അപ്പൊ നമുക്ക് ഇനി യാത്രാ വിശേഷങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ കുറേ സംസാരിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ ചില ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ ചേച്ചിയുടെ മനസ്സിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ വേഗം എൻ്റെ അടുത്ത് പറയണം. ഞാനൊരു റാപ്പിഡ് ഫയർ ഒരു ക്വസ്റ്റ്യൻ സെക്ഷൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, സിനിമയിലെ തുല്യവേതനത്തിനോട് യോജിക്കുന്നുണ്ടോ? യെസ് ഓർ നോ?
യെസ്. യെസ്. മലയാള സിനിമയിലെ കാമുക നടൻ എന്ന് പറയുമ്പോൾ ചേച്ചിയുടെ മനസ്സിൽ വരുന്ന ഒരു പേര്? എന്നെന്നും നസീർക്ക. എന്നെന്നും നസീർക്ക. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ സംവിധായകന്റെ ആണോ ഓർ നായകന്റെ ആണോ? ഞാൻ പഠിച്ച സ്കൂളിൽ സംവിധായകൻ്റെയാണ്. സംവിധായകന്റെ ആണ്. ഇനി ഗോസിപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഏതാണെന്ന് പെട്ടെന്ന് ഓർമ്മ ഏതെങ്കിലും വരുന്നുണ്ടോ ചേച്ചിയുടെ? അതിപ്പോൾ ഏത് സെലിബ്രിറ്റി എടുത്താലും ഏത് ഫീൽഡ് എടുത്താലും അതുണ്ടാവും. ഒന്നും വേണ്ട, ഞാൻ കുറച്ചു കാലം മുമ്പ് അനീസ് കിച്ചണിൽ ഒരു സെൻറ്റൻസ് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ ഈശ്വര, എൻ്റെ മകൻ വരെ വന്നിട്ട് പറഞ്ഞു, അമ്മ എന്തിനാ ഇതൊക്കെ പറയും. ഞാൻ പറഞ്ഞത് ശരിക്കും പറയുകയാണെങ്കിൽ തെറ്റിദ്ധരിച്ചിട്ടാണ് പലതും അവർ ഗോസിപ്പാക്കി മാറ്റിയത്. ആണിനും പെണ്ണിനെയും ഞാൻ വിവേചനം നടത്തി എന്നുള്ളതാണ് അവർ പറയുന്നത്. ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് എന്താണ്, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഇതാകുമ്പോൾ നമ്മൾ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇതിഷ്ടമാണോ അതിഷ്ടമാണെന്ന് പറഞ്ഞ് കഴിക്കരുത്, നമുക്ക് എന്ത് കിട്ടുന്നോ അത് കഴിക്കാൻ പഠിക്കണമെന്ന്. അപ്പോൾ അത് ആണുങ്ങൾക്ക് ബാധകമല്ലേ എന്നായിരുന്നു ഗോസിപ്പ്. ഓ, അങ്ങനെ. അപ്പം ഞാൻ ആണുങ്ങളെ ഇതാക്കി പറഞ്ഞു, ഒട്ടുമല്ല, ഒരിക്കലുമല്ല. ഒരു കുടുംബത്തിനെ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. എൻ്റെ വായിൽ വല്ല വാക്ക് പെണ്ണെന്ന് വന്നു പോയോ എന്ന് എനിക്കറിയില്ല. സെൽഫിഷ് ആവരുത് എന്ന് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. അതിനെ അപ്പൊ എന്തായാലും അങ്ങനെ ഒരു ഗോസിപ്പ് ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ട്. അതാണ് ഉണ്ടായ ഒരു ഗോസിപ്പ് ഉണ്ടായത്. നല്ലതല്ലേ, അത് ഇരിക്കട്ടെ. ഇത്ര നാളായിട്ട് ഗോസിപ്പ് ഇല്ലാന്ന് പറഞ്ഞാൽ മോശമല്ലേ, അതുകൊണ്ട് ഇരിക്കട്ടെ. അതെ. ഇനി സിനിമാ നടി ആയില്ലായിരുന്നെങ്കിൽ ഏതൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമായിരുന്നു? സൈക്കോളജിസ്റ്റ്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചില്ല, എന്നെ കുറിച്ചിട്ടുള്ള ചേച്ചിയുടെ മൊത്തത്തിലൊരു രൂപം എന്താണ്? ഞാൻ സ്റ്റഡി ചെയ്തിട്ടില്ല. സ്റ്റഡി ചെയ്തിട്ടില്ല? അതെ, ഇല്ല, ചെയ്തിട്ടില്ല. പക്ഷെ യു ആർ എൻ എക്സ്ട്രോവേർട്ട്. താങ്ക് യു. ഇനി മലയാള സിനിമയിൽ കൊടുക്കുന്ന അവാർഡുകൾ അത് അർഹിക്കുന്ന വ്യക്തികൾക്കാണ് നൽകുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ? ചിലപ്പോൾ, ചിലപ്പോൾ ഇല്ല. ചില സമയത്ത് ഇറ്റ്സ് ഓക്കെ. അതും എനിക്ക് തോന്നുന്നു, അതും അങ്ങനെയാണ് അതിന്റെ ഒരു രീതിയും തോന്നുന്നത്. അതിന് ഞാൻ ജൂറിയിൽ ഇരുന്നിട്ടുള്ള ആളാണ് 2-3 പ്രാവശ്യം, അതുകൊണ്ട് എനിക്ക് അറിയാം. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. എന്തായാലും ഒരുപാട് സന്തോഷം. കുറേ നല്ല കാര്യങ്ങൾ, കുറേ തമാശ കാര്യങ്ങൾ, കുറേ സീരിയസ് കാര്യങ്ങൾ എല്ലാം നമ്മൾ ഈ റാപ്പിഡ് ഫയറിലൂടെ കവർ ചെയ്തു. അപ്പം താങ്ക് യു. ചേച്ചിക്ക് ഒരു സമ്മാനം വേണ്ടേ? അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും അതെ, അത് നമ്മൾക്ക് എന്തായാലും ഒരു സമ്മാനം തന്നേ പറ്റൂ. ഓക്കെ.